ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വീടിൻ്റെ ഇന്ത്യയിലെ ഷൂട്ടുമായിട്ട് കൊണ്ടോട്ടിയാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഞങ്ങളിതാ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ വന്നിട്ട് ഇതിൻ്റെ എക്സൈൽ നിന്ന് എടുത്തതാണ്. പക്ഷെ അന്ന് നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇന്ത്യയിൽ എടുക്കാൻ കഴിഞ്ഞില്ല, കറണ്ട് പോയി. അന്ന് 2 ദിവസം മുന്നേ നല്ലൊരു മഴ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അതെ, ഇൻറ്റീരിയർ ഷൂട്ടിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ്? നമുക്ക് വൈഡ് ലെൻസാണ് മെയിനായിട്ട്. ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ 16mm വൈഡാണ്. പക്ഷേ 16mm വൈഡ് എന്ന് വെച്ചാൽ ഓവർ വൈഡായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 24, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 24 ആണ്. 24 ആണല്ലേ? 24 ആണ് യൂസ് ചെയ്യുന്നത്. സോണിയുടെ G ലെൻസ് 2.8 ബോഡി സോണിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് 24 ആകുമ്പോൾ എന്താ വെച്ചാൽ ഓവർ വൈഡ് ഉണ്ടാവില്ല. ഉള്ള വൈഡ് പക്കായിട്ട് നമുക്ക് ഈ ഒരു ബൾജിങ് ഇല്ലാതെ കറക്റ്റ് പില്ലറുകളും കാര്യങ്ങളും അതിൻ്റെ ആ ലേഔട്ടൊക്കെ കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വലിയ വലിയ വീടുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ നിങ്ങളാണല്ലേ ക്ഷണിക്കാറുള്ളത്? അതെന്താണ് നിങ്ങളൊരു കാരണമായിട്ട്? ഞാനെന്താ വെച്ചാൽ കുറേ ആയിട്ട് തന്നെ ഈ ഹൗസ് വാമിങ് ഫംഗ്ഷനുകൾ ഇന്ത്യയിൽ ഷൂട്ട് കുറേ മുന്നേ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് കൂടുതലും ഇങ്ങനത്തെ വർക്കുകൾ കൂടുതൽ വരുന്നത് അല്ലേ? യെസ്. ഇൻറ്റീരിയർ ഷൂട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ടൈം ഏതാണ് മെയിൻ സെലക്ട് ചെയ്യാൻ? നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ്. അതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് എക്സ്റ്റീരിയർ വെളിച്ചത്തിലുള്ള ഡേ ലൈറ്റിലേക്ക് നമുക്ക് കുറച്ച് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ കഴിയും. എന്നിട്ട് നമുക്കൊരു 6 മണി വരെ പിന്നെ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തിട്ട് ഒരു ഡേ നമുക്കിങ്ങനെ ഒരു ഈവനിങ് ലൈറ്റിൽ നമുക്ക് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാം. അപ്പോൾ രണ്ടും നമുക്ക് കിട്ടും. മോർണിംഗിൽ നമുക്ക് 2 പ്രാവശ്യം വരേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ ഒരു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ്? ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 55 ആണ്. 55 സോണി സീസിൻ്റെ 55. ഓക്കെ. 24 ലെൻസ് യൂസ് ചെയ്തപ്പോൾ ജിമ്പിൾ യൂസ് ചെയ്തു. ഇപ്പോൾ കയ്യിലെടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്. യെസ്. ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ വൈഡ് ഷോട്ട് നമ്മൾ കംപ്ലീറ്റ് എടുത്തു. ഞാൻ അതിലുള്ള ഡീറ്റെയിലിംഗ് കാണിക്കുകയാണ് ഓരോ സെക്ഷൻ. അപ്പോൾ നമുക്ക് ജിമ്പിൾ അധികം ആവശ്യമില്ല. നമ്മൾ ചെറിയ ഓരോ പ്രൊഡക്റ്റുകൾ സെപ്പറേറ്റ് ഷൂട്ട് ചെയ്യുന്നില്ല. എക്സാമ്പിൾ ഈ ബൾബ്, ക്ലോക്കുകൾ, അതിന് കയ്യേറ്റെടുക്കാൻ ഏറ്റവും ബെറ്റർ. പിന്നെ 55 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് കുറേ മൂവ്മെൻറ്റുകളില്ല, ചെറിയ ഷോട്ട് വരുന്നുള്ളൂ. ഫസ്റ്റ് റൂമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബെഡ്ഷീറ്റുകൾ അതേപോലെ തലയണകളൊക്കെ എന്ത് ചെയ്യും ഒന്നിങ്ങനെ അലമ്പായിട്ട് കിടക്കുന്നത് റെഡിയാക്കിയിരിക്കും അല്ലേ? അതൊക്കെ ഒന്നും നമ്മൾ റെഡിയാക്കാം. നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ക്ലൈൻറ്റും ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒന്ന് കറക്റ്റ്, പ്രത്യേകിച്ച് കർട്ടന്, ബെഡ്റൂമുകൾ പ്രത്യേകിച്ച് പുറത്ത് എത്ര പ്രശ്നം ഉണ്ടാവില്ല, റൂമുകളൊന്ന് കറക്റ്റ് ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ കണ്ടാൽ ചുളിവ് കണ്ടോ, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ഈ ചുളിവ്. യെസ്. ഇപ്പോൾ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് എന്താ തോന്നി? ഈ വീടിൻ്റെ പ്രത്യേകത ഓവറായിട്ട് അനാവശ്യമായിട്ടുള്ള ഇൻറ്റീരിയറില്ല. നല്ലൊരു പ്രീമിയം മിനിമലായിട്ട് ഇൻറ്റീരിയർ, പക്ഷെ നല്ലൊരു പെയിൻറ്റിങ് വെറൈറ്റി. യെസ്. നല്ലൊരു കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു വീട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കിച്ചണാണ് ഷൂട്ട് ചെയ്യുന്നത്. വർക്ക് ഏരിയ അവർ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുണ്ട്, കുറച്ച് നീറ്റല്ല, അതുകൊണ്ട് കിച്ചൺ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞത്. നല്ലൊരു ഇംഗ്ലീഷ് കിച്ചണാണത്. നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ ഈ ടൈലുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും, നല്ല ഭംഗിയുണ്ട്. കിച്ചണിൻ്റെ വൈറ്റാണ് വീട്ടിൻ്റെ അടുക്കള അത് തന്നെ കേട്ടോ. യെസ്. വൈറ്റ് കിച്ചണ്. ഒരു കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഒരു വുഡിൻ്റെ ടച്ചിലാണ് ചെയ്തിട്ടുള്ളത്. കോഡ്സ് ആണെന്നാണ് തോന്നുന്നത്. കോഡ്സിലാണ് സംഭവം. ഇത് കോഡ്സ് ആണ്. കോഡ്സ് എന്ന് പറയാം. ഇത് ഗ്രാനൈറ്റ് ആവുന്നില്ല, വിഷയമല്ല, ഇതൊരു കുഴപ്പമില്ല. ടച്ച് ആ വുഡിന്റെ അതേ ഗ്രെയിൻസ് ഫീൽ ചെയ്യുന്നില്ല. അതെ, നല്ല ടൈലല്ല. ഇത് ടൈലിന്റെ ഒരു വേറെ സംഭവം, കോഡ്സ് എന്ന് പറയും. പിന്നെ ഫുള്ളി ഒരു വൈറ്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇതില് ഫുള്ളി വൈറ്റ്. ഫ്ലോർ ആണെങ്കിൽ ഫ്ലോർ ഒരു വാം ടച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. മാർബിൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇൻറ്റീരിയർ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ അടുക്കളൻ്റെ ഈ സൈഡ് ജസ്റ്റ് ഇതേപോലെയുള്ള ഒരു കട്ടിങ് എടുക്കുക. അങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഫുള്ളി വൈറ്റ് കാണിക്കുമ്പോൾ അത് അത്ര ഒരു ഇത് കിട്ടില്ല. അതൊരു പഴയ ടച്ചൊക്കെ പോവാം. ഫുള്ളായിട്ടൊരു വൈഡ് ലെൻസിലിട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഡോറ് തുറന്നിട്ട് അപ്പത്തിന് കട്ട് ചെയ്തു. പക്ഷെ പണ്ടാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ ഒരു വരുമെല്ലാം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു വർക്കിന് ഡീറ്റെയിൽ മനസ്സിലാവില്ല. ഇതെന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ഷോട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇതിൽ ഓരോ സെക്ഷൻ ബൈ കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഡീറ്റെയിലും കിട്ടും. ഓരോ സെക്ഷൻ ഈ അടുക്കളയിലേക്ക് വന്നു, പിന്നെ ഏകദേശം ആ ഒരു സൈഡ് എടുത്തു, പിന്നെ ഈ സൈഡ് ഓരോ പോർഷൻ ആയിട്ട് കാണിക്കല്ലേ.
അപ്പോൾ അതാവുമ്പോൾ എന്താ വെച്ചാൽ ഒരു ബൾജില്ലാത്ത വീഡിയോസോ പണ്ടുള്ള ഒരു വീഡിയോസ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒറ്റ ഷോട്ടിൽ വീട് മൊത്തം കാണിക്കണത്. അതൊരു ഇങ്ങനെ ഒരു വൈഡാണ്, ഫുള്ളായിട്ട് വൈഡാണ് വരിക. വൈഡ് മാത്രമാണ് അല്ലേ, ഭയങ്കര വലുപ്പമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വീട് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. ഒരു ഹോം ടൂർ ചെയ്യുമ്പോൾ ഓരോ ഡീറ്റെയിൽ വേണ്ടേ. അതെ. അപ്പോൾ ഈ സെക്ഷൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പോർഷൻ ഓൾറെഡി എടുത്തു. ഇനി ഇവിടെ നിന്നുള്ള ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കവർ സൈഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കറക്റ്റ് ആ ഡീറ്റെയിൽ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ കിട്ടും, ഏതൊക്കെ പോർഷൻ ആണെന്നുള്ളത്. ഒരുപാട് വീടുകൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും വലിയ വീടായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന വീട് ഏതാണ്? ഞാൻ കാസർഗോഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീട് അത് ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതൊരു ഏകദേശം ഒരു 80 കോടി രൂപയുടെ വീടാണ്. 80 കോടി വീട്. ഒരു കിടിലം വീടായിരുന്നു. ഒരുപാട് സ്പേസ്. 20,000 സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം ഉണ്ടല്ലോ നമുക്ക് നോക്കിയാൽ. ഈ വീട് ഇപ്പോൾ 4,500 സ്ക്വയർ ഫീറ്റാണ്. ഇതിന് അത്യാവശ്യം വലിയ വീടാണ്. അപ്പോൾ ഇതിൻ്റെ എത്ര ഇരട്ടിയാണ് 80. എന്തായിരുന്നു ആ വീട്ടിൽ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം തന്നെ. വലിപ്പം എല്ലാ എക്സാമ്പിൾ സ്വിമ്മിംഗ് പൂള് അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഉണ്ടല്ലേ? യെസ്. ഇപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഈ 24 ലെൻസിൻ്റെ കൂടെ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ക്ലോസ് ഷോട്ടുകളും ഇതിലെടുക്കാൻ കഴിയും. വൈഡ് മാത്രം തന്നെ നമുക്ക് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബൾജില്ലാതെ നല്ല ഷാർപ്പി നല്ല ക്ലോസ് ഷോട്ട് എടുക്കാം. മറ്റേ നമ്മൾ വെച്ചാൽ ഒരു 16 വൈഡൊക്കെ ആകുമ്പോഴേ കയറിക്കൊള്ളട്ടാ 16 വൈഡൊക്കെ ആകുമ്പോൾ വെച്ചാൽ നമുക്ക് ലെൻസ് ഇങ്ങനെ മാറ്റണം. 24 ആകുമ്പോൾ നമുക്ക് രണ്ടും ഷൂട്ട് ചെയ്യാം. കറക്റ്റ് ബൾജില്ലാതെ കിട്ടും. പിന്നെ നമുക്ക് അടുത്ത ഷൂട്ട് മുകളിലാണ്. അടുത്ത കോണിയാണല്ലേ ചെയ്യുന്നത്? കോണിൻ്റെ ഷോട്ട് എന്താ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? മൂവിങ് നല്ല ശ്രദ്ധിക്കണം. നമ്മൾ ഷേക്ക് വരാതിരിക്കണം. നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പോഴേ ജിംബൽ യൂസ് ചെയ്ത് നല്ല ശ്രദ്ധിക്കണം. മറ്റൊരു ഷേക്ക് വരും. മറ്റുള്ള ഫ്ലോറിൽ പോകുന്നതല്ല, സ്റ്റെപ്പ് കയറി പോകല്ലേ. അത് നല്ലൊന്ന് ശ്രദ്ധിച്ച് ജിംബൽ മൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. പിന്നെ ഒരു ചെറിയൊരു കോമൺ ലിവിങ് സ്പേസ് ഇവിടെ, ഒരു അപ്പർ ലിവിങ് സ്പേസ് ഇവിടെ ഉണ്ട്. ഈ 2 ഡോറ് ഓപ്പൺ ഓപ്പൺ ഡ്രസ്സാണ്. ഇവിടെ 2 സൈഡിലാണ് ഓപ്പൺ ഡ്രസ്സ് വരുന്നത്. 2 സൈഡിലും ഡോർ ഡ്രസ് ഉണ്ട്. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും റൂം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ആ ഡോറ് യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ. ഇനി താഴത്ത് ഷോട്ട് എടുക്കാം. ഇപ്പോൾ ഇൻറ്റീരിയർ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. യെസ്. അതിൽ ഇഷ്ടപ്പെട്ട കളർ ഗ്രേഡ് ഏതാണ് നിങ്ങൾക്ക്? നമ്മൾ ഇതിൽ നമ്മൾ വെഡ്ഡിങ് ഒക്കെ ചെയ്യുന്ന പോലെ ഓവറായിട്ട് കളർ ഗ്രേഡ് ചെയ്യൂല. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ആ നാച്ചുറൽ കളറിലാണ്. നമ്മൾ മറ്റേതൊക്കെ നമ്മൾ ഓഫ് ടോണിലൊക്കെ എടുക്കും, ന്യൂട്രലൊക്കെ എടുക്കാന്ന് പറയും. ഇത് നമ്മൾ സ്റ്റാൻഡേർഡിൽ ഇവിടുത്തെ ആ കറക്റ്റ് കളർ കീപ്പ് ചെയ്യണം. ഇന്ത്യയിൽ നമ്മൾ ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. എന്താണോ ആ കളർ അതൊന്ന് ബൂസ്റ്റ് ചെയ്യാം അല്ലേ? യെസ്. അത്രേ ഉള്ളൂ. അല്ല, പണ്ട് കാലത്തുള്ള വീഡിയോയിലൊക്കെ ആളുകൾ ഗ്രേഡ് ചെയ്തിരുന്നു. ട്രെൻഡ് കഴിഞ്ഞല്ലേ? അതിപ്പില്ല. അപ്പോൾ ഉള്ളത് നാച്ചുറലായിട്ട് അതേപോലെ ചെയ്യാന്നുള്ള. അതേപോലെ നമ്മളിവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ട ഇവിടുത്തെ ലൈറ്റ് കറക്റ്റ് ആണല്ലേ? നമ്മൾ ഈ ലൈറ്റിനൊക്കെ വരുമ്പോൾ കണ്ട വേണാവും. ലൈറ്റുകൾ നമ്മളത് സെപ്പറേറ്റ് എടുക്കുക തന്നെ വേണം. നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഡാർക്കാക്കിയിട്ട് അതിൻ്റെ കറക്റ്റിൻ്റെ ടോണൊക്കെ ഒന്ന് കീപ്പ് ചെയ്തിട്ട് കറക്റ്റ് എന്നാലും ആ ഒരു ഭംഗിയിലെടുക്കാൻ കിട്ടുള്ളൂ. മറ്റേ നമ്മൾ ആ വൈഡിലെടുത്ത് പോകുമ്പോൾ ഇപ്പോൾ അവിടെ ഇട്ടാണ് കണ്ടോ? ശരിയാണ്, ഫുള്ള് ഇട്ടാണ്. ഇവിടേക്ക് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കിട്ടും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഷൂട്ടിൽ. ഈ റൂമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? എല്ലാം സെയിം തന്നെയല്ലേ? ഈ വീടിന് ശരിക്കും 5 ബെഡ്റൂം ഉണ്ട്. താഴത്ത് 3 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമാണ്. അതായത് ഈ ഫ്രണ്ടിലുള്ള 4 ബെഡ്റൂം സെയിമാണ്. 4 ബെഡ്റൂം ഒരേ പൊസിഷനിൽ വരുന്നില്ലേ? 2 ബാത്റൂമൊക്കെ സെയിമാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തൊരു ബെഡ്റൂമുണ്ട്. അത് മുകളിലില്ല, താഴത്ത്. അത് മാത്രമാണ് ഡിഫറെൻറ്റ്. ബാക്കിയെല്ലാം സെയിമാണ്. ഓവർ സൈസ് അല്ല ബെഡ്റൂമൊക്കെ ഒരു 12. ഇതിൽ എനിക്ക് വലിയ പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ള ഈ എയർ ഡ്രോപ്പ് ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് ഒരു വിശാലത തോന്നുന്നു. അതാണ് ഇതിൻ്റെ. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ അത് കുറച്ചും കൂടി അങ്ങനെ ഈ സെയിം മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈബ് ഇവിടെ കിട്ടൂല. ഒരു കൺജഷൻ കിട്ടൂല. കൺജഷനാവും. ഇതിപ്പോൾ കറക്റ്റാണ്. ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ മക്കളൊക്കെ ടച്ച് ചെയ്ത് കുറച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യണം, അത്രേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട്. നമുക്ക് നമ്മളെ ഫുൾ വ്യൂ ആയിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് കാണാം. അടുത്തത് ബാത്റൂം അല്ലേ? ഇതിലിപ്പോൾ നമ്മൾ ഷൂട്ടിൽ 4-5 ബെഡ്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ബാത്റൂമാണ് ഷൂട്ട് ചെയ്യുന്നത് അല്ലേ? ഇവിടെ 5 ബെഡ്റൂം 5 ബാത്റൂം. ഒന്ന് കോമൺ ടോയ്ലറ്റാണ്. ഒന്ന് മാത്രമേ ഇതിൽ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. എല്ലാം സെയിം തന്നെയാണ്. ചെറിയ മാറ്റം. ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മാത്രമാണ് പ്രീമിയം ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ?
അപ്പോൾ ടീമിൽ ആദ്യം നമ്മൾ വന്നിട്ട് ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ചിലപ്പോൾ അത് ക്ലൈൻറ്റ് ശ്രദ്ധിക്കില്ല, അവർ കാഴ്ചയിലുണ്ട്, പക്ഷേ ക്യാമറയിൽ നല്ല ബോറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണത് നന്നായിരിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ എല്ലാം കറക്റ്റായിട്ട് ഒരു 2 വീക്ക് മുന്നേ അവർ 2 വീക്ക് മുന്നേ ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം അവർ പെർഫെക്റ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല നമുക്ക് വന്ന് വല്ലാതെ റിസ്ക് ഇല്ലാത്തതിന് എല്ലാം നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് മൊത്തത്തിൽ സെറ്റ് ചെയ്യും. അതിന് ആ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ നല്ല വൃത്തി ജസ്റ്റ് ഒന്ന് ആ ഒരു ബെഡ്ഷീറ്റിൻ്റെ ചുളികളൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് അത്രേ ഉള്ളൂ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ആവശ്യം. ഒരു വെറൈറ്റി ട്രെൻഡ് മാറിയിരുന്നല്ലോ. ആ ഒരു കയറിട്ട് വലിച്ച പ്ലാസ്റ്റിക്കിന്റെ മാറിയില്ല. ഞാൻ മനസ്സിലാക്കി വീട്ടിൽ ശ്രദ്ധിച്ചെന്താ വെച്ചാൽ സാധാരണ ബാക്കിൽ ഹെഡ് ബോർഡിനെ കുറേ എന്താ പറയുക ടെക്സ്ചർ പെയിന്റുകൾ അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടാവും. പക്ഷേ ഇത് ഈ സൈഡ് ഫുള്ളായിട്ട് ഇത് വലിയൊരു വിൻഡോ ആണ്. വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണിത്. വലിയ വിൻഡോ ആണ് വെച്ചത് വീടിന്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ലെങ്ത് കർട്ടൻ ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഇതിൽ നമ്മൾ ഈ സൈഡിൽ ഒട്ടിച്ചിട്ടുള്ള ഇത് വിനീർ ഒട്ടിച്ചാണ്. വിനീർ പ്ലൈവുഡിൽ വിനീർ ഒട്ടിച്ചതാണ്. പ്ലൈവുഡ് അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ ചിലപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് മൾട്ടിവുഡ് ആവും. മൾട്ടിവുഡിൽ വിനീർ ഒട്ടിച്ചാണ്. നല്ല കണ്ടുകഴിഞ്ഞാൽ വാൾപേപ്പറാന്ന് തോന്നുന്നു, പക്ഷേ വാൾപേപ്പർ അല്ല. അതേപോലെ ഇതൊക്കെ മൾട്ടിവുഡ് ചെയ്താണ്. നല്ല പ്രീമിയം ക്വാളിറ്റി മൾട്ടിവുഡിലാണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും. നമ്മൾ നോക്കിയപ്പോൾ എല്ലാ ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ഈ കബോർഡുകൾ വാർഡ്രോബ് കംപ്ലീറ്റ് അവർ കൊടുത്തിരുന്നത് ഗ്ലാസ്സിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺജഷൻ ഫീൽ ചെയ്യില്ല, ഫുള്ളി ഗ്ലാസ് കൊടുത്തോണ്ട്. ശരിക്കും ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ വിശാലമായിട്ടുള്ള റൂമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പം നമ്മൾ വീടിൻ്റെ ഒരു ബാൽക്കണി സ്പേസിലാണ്, കോമൺ ബാൽക്കണി സ്പേസിലാണ്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ലൈറ്റ് ഇവിടെ ശരിക്കും നല്ലൊരു ചെറിയൊരു ഇരിക്കാനുള്ള സ്പേസും ഇട്ട് ഞാൻ നല്ല ഭംഗി ഒരു ക്ലൈൻറ്റ് പറയുന്നുണ്ട് വരുന്നുണ്ട്, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷൂട്ടിൻ്റെ ഏകദേശം വൈൻഡപ്പ് ടൈമാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ലൈറ്റിലുള്ള കുറച്ച് ഒരു ഷോർട്സ് കൂടി ഔട്ട്ഡോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഷൂട്ട് ഫിനിഷ് ആവുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ പുറംഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട് കണ്ടംപററി ആണോ എങ്ങനെ? ഈ ഒരു സ്റ്റൈലിന് എന്താ പേര് പറയാം? ഇതൊരു കൊളോണിയൽ സ്റ്റൈലാണ്. കൊളോണിയൽ, കണ്ടംപററി അല്ല. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമോ? ഇതൊരു അപ്പോൾ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ മഴവെള്ളം ഇവിടെ മുകളിൽ ഓപ്പണാണ്. മഴവെള്ളം ഇവിടെയൊക്കെ അവർ ഞാൻ ചോദിച്ചവർ പറഞ്ഞിട്ട് ഫുള്ളി വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടൈലിട്ടതാണ്. ഇവിടെ ടൈലിട്ടിട്ട് വെള്ളം കെട്ടി നിൽക്കില്ല. പിന്നെ ഈ ടൈലൊക്കെ അപ്പോക്സിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ടൈലിന് ശ്രദ്ധിക്കണം, അപ്പോക്സി ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങും. ബാത്റൂമിലൊക്കെ ചെയ്യുന്ന ബാത്റൂമിൽ അതേ ഫീൽ. അപ്പോൾ നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്നില്ല. ഡ്രൈനേജ് 2 സൈഡും ഡ്രൈനേജ് കൊടുത്തിട്ടുണ്ട്. വെള്ളം കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോയിക്കോളും. ഇനി അടുത്തത് പുറംഭാഗമാണല്ലേ ഷൂട്ട് ചെയ്യേണ്ടത്? അതെ, ഒരു മൊത്തത്തിൽ വാഹനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതൊന്ന് മാറ്റണം. ഞാൻ പറഞ്ഞിട്ട് മാറ്റിയിട്ട് ചെയ്യണം. ഈ ലൈറ്റിലുള്ള ഷോട്ട് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വേക്കപ്പായി. അപ്പോൾ നമ്മൾ ഈ 5 മണിക്ക് വന്നുകൊണ്ട് നൈറ്റത്തെ ഷൂട്ടും കിട്ടി. അതാണ് നമ്മൾ ഈ 5 മണിക്ക് ശേഷം വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നമ്മൾ ഷൂട്ട് തുടങ്ങി ഏകദേശം 5:30 മണിക്കാവും ഷൂട്ട് തുടങ്ങിയിട്ടുള്ളത്. 5:30 മണി ഷൂട്ട് തുടങ്ങി. ഏകദേശം ഇപ്പോൾ ഏകദേശം 7:30 ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഫുള്ള് വൈൻഡപ്പ്. പക്ഷേ ഞങ്ങൾ ഓൾറെഡി എക്സ്റ്റീരിയർ ഒരു 2-3 ഡേയ്സ് മുന്നേ വന്നെടുത്തുകൊണ്ടാണ് നമ്മൾ 5 മണിക്ക് തുടങ്ങിയത്. അല്ല 5:30ക്ക് തുടങ്ങി. അല്ലെങ്കിൽ നമുക്കൊരു 4 അല്ലെങ്കിൽ 3:30 ഒക്കെ വരേണ്ടി വരും. അതെ. ഓക്കെ, ഇവിടെയൊക്കെ കറക്റ്റ് വിൻറ്റേജ് ലുക്കായിട്ട്. അപ്പോൾ അടുത്ത സെക്ഷൻ നമ്മൾ ലാസ്റ്റ് ഷൂട്ടാണ്. നമ്മളെ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഒരു ലൈറ്റിങ്ങിൽ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട് വീടിൻ്റെ. ശരിക്കും നൈറ്റ് ഷൂട്ട് അടിപൊളിയല്ലേ? ശരിക്കും മുകളിൽ അവിടെ ലൈറ്റ് കുറവാണ് ശരിക്ക്. കുറച്ച് മുന്നൊക്കെ കണ്ടിരുന്ന വീടിൻ്റെ ശൈലിയിലല്ല ഇതിൻ്റെ ഔട്ട്ഡോർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളതല്ലേ? യെസ്. ഒരു മിനിമൽ ലൈറ്റാണ്, പക്ഷെ ഉള്ളതൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ലൈറ്റാണ്. അത് ശ്രദ്ധിച്ചാ? അതെ. ഇതൊരു പറഞ്ഞൊരു വിദേശ ടച്ചിലൊക്കെ ചുമരിൽ മൊത്തത്തിൽ ലൈറ്റ് എങ്ങാണ്ട് സെറ്റ് ചെയ്ത് ബോറാക്കണതാണല്ലോ അല്ലേ? ഇത് നല്ല ഭംഗി. എന്താ പറയുക, ഓവർ ലൈറ്റ് ഇല്ല, ഉള്ളതൊരു വാം ടച്ചിൽ നല്ലൊരു ഇംഗ്ലീഷ് ടച്ചിലാണ് ഇതിൻ്റെ ഫുള്ളൊരു നിർമ്മിതി വരുന്നത്. അതെ. ലൈറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തത്. ഉള്ളിലായാലും ഫുള്ളൊരു വാം ടച്ച് നല്ല ഭംഗിയിലാണ് ചെയ്തത്. നമുക്ക് നല്ലൊരു എടുക്കുമ്പോൾ തന്നെ ക്യാമറക്കും നല്ലൊരു പ്രീമിയം ടച്ചിലാണ് വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഷോട്ടാണ്. അപ്പോഴേക്കും നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മഴയാണ് ഇപ്പോൾ. മഴേൻ്റെ ആ ഒരു കാറ്റാണ് വരുന്നത്, മഴ എത്തിയിട്ടില്ല. സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് ഷൂട്ട് ചെയ്ത് നാട് പിടിക്കണം. വണ്ടി കുറച്ച് അപ്പുറത്താണ്. നല്ല അടിപൊളി സൂപ്പർ കാറ്റാണ്, ഒരു രക്ഷയില്ല. എന്താ അവിടെ ഒന്നാമത് ഈ ഒരു ലൊക്കേഷൻ നല്ലൊരു കുറച്ചൊരു ഹൈറ്റിലാണ്. അവിടെ നല്ല കാറ്റൊക്കെ ഭയങ്കരമായിട്ട്
നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. ഞങ്ങളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കട്ടെ കാറ്റും മഴ വരാൻ ഇതാണ് വേണ്ടി ശരിക്കും നമ്മൾ ഷൂട്ട് നമ്മൾ വർക്ക് എടുക്കുമ്പോൾ വാവ് നല്ലൊരു ഫീലാണ് നമുക്ക്. വാവ് ഫീൽ വന്നാ വാവ് ഫീൽ ഉണ്ട് സത്യം. ഇപ്പോഴാണ് നമുക്കൊരു ഒരു വൈബ് കിട്ടിയത്. ശരിക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു ആംബിയൻസിൽ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ റിസോർട്ടിലൊക്കെ വന്നമായിരിക്കും അല്ലേ? ഓഫ് കോഴ്സ് അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട് അല്ലേ? അതെ, നമുക്ക് ചില ഏരിയ പ്രത്യേകിച്ച് എന്തായാലും അടിപൊളിയായിട്ട് നല്ല ഗാർഡനും ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.